രമേശ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എന്തു പറ്റി എന്റെ മോന്? ഒന്നുമില്ല. പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഞാനിനി മുതലാളിയുടെ അവിടെ ജോലിക്ക് പോണില്ല. എന്തു പറ്റി? ഒന്നുമില്ല, എനിക്കിഷ്ടമല്ല. ഇവളെ കൊല്ലണ്ട, ഇവളെ ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോ. നിന്നോടാരാ പറഞ്ഞേ? പള്ളി പോയപ്പോ അവളെ കൂടെ കൊണ്ടുപോകാറില്ലേ? അതാ ഇപ്പൊ കുറ്റം. വരണില്ല എന്ന് പറഞ്ഞാൽ തല്ലി കൊണ്ടുപോകാൻ പറ്റുമോ? പ്രായമായൊരു പെണ്ണ, എല്ലാരും ശ്രദ്ധിക്കേണ്ടതാ. നിനക്കാൻ കിട്ടാൻ പോകുന്നേ. അവൾ ന്യായം പറഞ്ഞു കേട്ടില്ലേ? അവളോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അവൾ പറയുന്നത് സത്യമല്ലേ? നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ നേരം? എനിക്ക് പണിക്ക് പോണ്ടേ? 19 പേര് നിത്യവും പണിയുന്നതാ. ഓ, നീ അവിടെ പെറ്റ് കിടന്നില്ലേ? ഈ പണി നടക്കേല. രാത്രിയിൽ എന്താ പണി? മണലെടുക്കുന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല, മൂത്തോര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ. അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം ചിലതൊക്കെ. വെറുതെ നമ്മൾ തമ്മിൽ ചെളിവാരി എറിയാണ്ട് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നോക്ക്, അല്ലാതെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാനാ? നീ എന്താടി പറഞ്ഞു വരുന്നത്? അവനെ വെറുതെ വിടാനോ? എങ്കിൽ സണ്ണിച്ച മേപ്പള്ളി കൊച്ചോടെ മോനല്ല. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി? അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവുമില്ല. മേപ്പുള്ളി കൊച്ചുവർക്കോടും മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ. അതറിയിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ഉറക്കളക്കാണ്ട് പോയി കിടക്ക്. പടി. കുഞ്ഞപ്പേട്ട, ഒരു പണം. അപ്പൊ രമേശനോ?